അസ്സലാമലൈക്കും. ഇന്ന് നമ്മൾ മത്തി വെച്ചിട്ട് മത്തി പീരയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഒരു 6 മത്തി എടുത്തിട്ടുണ്ട്. അത് നല്ല മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും തക്കാളിയും പച്ചമുളകും പുളിയും കുഴച്ചിട്ട് ഇങ്ങനെ മസാല പരട്ടി വെച്ചതാണ്. ഇനി ഇത് നമുക്ക് ചട്ടിയിലിട്ടിട്ട് എല്ലാം നല്ലൊന്ന് പൊരിച്ചെടുക്കാം. മത്തി പീര ഉണ്ടാക്കാനുള്ള മത്തിയൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്കുള്ള തേങ്ങയും ഒരു തണ്ട് കറിവേപ്പില, ഒരു 5 വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ വലിയ ജീരകം, ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 5 ചെറിയ ഉള്ളി, ഒരു തണ്ട് കറിവേപ്പില, 1/4 മുറി തേങ്ങ, ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. നല്ല അരക്കണ്ട, ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. മത്തി പൊരിച്ചെടുത്ത അതേ പാനിൽ തന്നെ ഞാൻ കുറച്ചും കൂടെ ഓയിൽ ഒഴിച്ച് കൊടുത്ത് എന്നിട്ട് ഈ അരിഞ്ഞ് വെച്ച ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു 8-10 ചെറിയ ഉള്ളി അരിഞ്ഞ് അതെല്ലാം മൂത്ത് വയ്ക്കുക. ഉള്ളിയെല്ലാം മൂത്ത് വരുവോളം നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. ഉള്ളിയൊക്കെ എല്ലാം മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഈ മത്തി കുഴച്ച ഈ മസാല ഉണ്ടല്ലോ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇതൊന്നും എല്ലാം വേകട്ടെ. ഈ തക്കാളി പച്ചമുളകൊക്കെ ഇതിൽ വരുന്നിട്ട് വേകട്ടെ. തീയൊന്ന് സിമ്മാക്കി കൊടുക്കുക. ഇതൊന്ന് മൂടി വെച്ച് 3 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറക്കാം. 3 മിനിറ്റ് ആയിട്ട് നമ്മളിതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ആ പൊരിച്ച് മാറ്റി വെച്ച മത്തി ഇതിലേക്ക് വെച്ച് കൊടുക്കുക. അരച്ച് കൊടുന്ന തേങ്ങയും പച്ചമുളകും ഒക്കെ ആ മിക്സൊക്കെ ഇതിൻ്റെ മേലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഒരു തണ്ട് കറിവേപ്പിലയും. ഇനി ഒരു 5 മിനിറ്റ് ഇത് അടച്ച് വെക്കാം. ഇനി ഒന്ന് തുറന്ന് നോക്കാം. നമ്മൾ മത്തി തീര അതിൻ്റെ മേലെ ഒരു കുറച്ച് കുരുമുളകും പൊടി ഇട്ട് കൊടുക്കുക. ഒന്ന് ഉടയാതെ ഒന്ന് ഇളക്കി കൊടുക്കുക. മത്തിപ്പീര ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ മത്തിപ്പീര ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും.